നമസ്തേ. ശ്രീമദ് നാരായണീയം ദശകം 39 ശ്ലോകം 6. നൃശംസതരകംസതി കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേഹിതം ഇതി ത്വതനുജാ വിഭോ ഗലമുദീര്യ തം ജഗ്മുഷി മരുദ്ഗണപ്രണായിത ഭുവിജ മന്ദിരാണ്യേയുഷി. അങ്ങനെ കംസൻ്റെ കയ്യിൽ നിന്നും വേർപെട്ട് യോഗമായാദേവി അന്തരീക്ഷത്തിലാണുള്ളത്. ഉടനെ താഴെ നോക്കി കംസനോട് പറയുകയാണ്, ക്രൂരനായ കംസ, എന്നെ വധിച്ചതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? തൻ്റെ അന്തകൻ സുരക്ഷിതനായി എവിടെയോ ജനിച്ചിട്ടുണ്ട്. ഇനി നിനക്ക് നല്ലതേതാണെന്ന് ചിന്തിക്കുക എന്ന് ദേവി ഒരു നർമ്മ പുലർത്തിക്കൊണ്ടുള്ള ആ ഒരു വാക്കുകൾ അവിടെ പ്രയോഗിച്ചതാണ്. ക്രൂര എന്നാണ് വിളിച്ചത്. മഹാക്രൂരനാണല്ലേ, കുട്ടികളെങ്ങനെ അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞത്. എന്നിപ്പോൾ വധിച്ചതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം? നിൻ്റെ അന്തകൻ സുഖമായിട്ട് ജനിച്ചു കഴിഞ്ഞു, എവിടെയോ നന്നായിരിക്കുന്നുമുണ്ട്. ഇനി ഏതാണ് നിനക്ക് നല്ലത് നീ ചിന്തിക്കുക എന്ന് ഒരു പരിഹാസ രൂപത്തിൽ ദേവി പറഞ്ഞ് മറഞ്ഞു എന്നാണ് പറയും. ദേവന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ട ദേവിയെ ഭൂമിയിലെ പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. അങ്ങനെ യോഗമായ ദേവിയുടെ സ്വരൂപത്തിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ദേവിയെ ആപത്ത് ഘട്ടത്തിൽ രക്ഷപ്പെടുത്താനായി കംസൻ്റെ കൈകളിൽ നിന്നങ്ങ് രക്ഷപ്പെട്ടുവല്ലോ യോഗമായ. അതേപോലെ ജീവിതത്തിൽ പല കൈകളിലും നമ്മൾ പെടും, അറിഞ്ഞോ അറിയാതെയോ. അപ്പം അതിന്നൊക്കെ രക്ഷപ്പെടുത്തണമേന്ന് പറഞ്ഞ് യോഗമായ ദേവിയെ ഭക്തജനങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു എന്ന് കൂടി ഇവിടെ പറയാം. ശ്ലോകം 7. പ്രഗേ പുനരഗാത്മജാ വചനമീരിതാ ഭൂഭുജാ പ്രലംബഭഗപൂതനാ പ്രമുഖദാനവാ മാനിനാ ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രമോർനിർഭയാ കുമാരകവിമാരക കിമിവ ദുഷ്കരം നിഷ്കൃഭൈ. ഇവിടെ തൻ്റെ അന്തകൻ സുരക്ഷിതമായി ഏതൊരിടത്ത് ജനിച്ചുവെന്ന ദേവിയുടെ പരാമർശം കംസൻ തൻ്റെ സഹായികളോട് പറഞ്ഞു. 8ാമത്തെ അന്തകനെ കയ്യിൽ കിട്ടി അടിച്ചു കൊല്ലണം എന്നൊക്കെ പദ്ധതി ഇട്ടിരുന്ന കംസനിപ്പോൾ ജാള്യതയോടുകൂടിയാണുള്ളത്, പരിഹാസ്യനായി ലോകത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ആ കാര്യം തൻ്റെ അനുയായികളോട് പറയുകയാണ്. അപ്പോൾ ദുരഭിമാനികളും ദുഷ്ടരുമായ പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയ അസുരന്മാർ ലോകത്തെല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് അങ്ങയെ വധിക്കുവാനുള്ള ആഗ്രഹത്താൽ നിരവധി കുട്ടികളെ കൊന്നൊടുക്കി. അതായത് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ, ശക്തന്മാരായ. അതിൽ പ്രലംബനും ഭഗൻ, പൂതന തുടങ്ങിയവർക്കൊക്കെ തന്നെ രക്ഷിക്കുന്ന കംസരാജാവിനിങ്ങനെ പ്രശ്നം വന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം, പിന്നെ ഈ ദിവസം പ്രസവിച്ച കുട്ടികൾ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ ചെന്ന് ഞങ്ങളത് കൊണ്ടുവന്ന് അങ്ങയ്ക്ക് അവരെ വധിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു കുട്ടി ഈ അങ്ങയുടെ അന്തകനായിരിക്കുമല്ലോ, അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാമെന്നവർ പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒരുപാട് കുട്ടികളെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കംസനിവിടെ 6 കുട്ടികളെ അടിച്ചു കൊന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ സംഭവത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു ഇതിൽ ദേഷ്യം വന്നപ്പോൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ സേനാധിപന്മാർ ആ മധുരയിലൊക്കെ പോയി അന്ന് ജനിച്ച കുട്ടികളെ കൊന്നു എന്നാണ് പറയുന്നത്. ശിശുഹത്യ വളരെ പാപമാണ്, പക്ഷെ അതവിടെ ചെയ്തു എന്നാണ് പറയുന്നത്. ദയാദാക്ഷിണ്യമില്ലാത്ത ക്രൂരന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഒന്നുമില്ലല്ലോ എന്ന് ഭഗവാനോട് പറഞ്ഞ് ഭട്ടതിരിപ്പാട് ശ്ലോകം ഉപസംഹരിച്ചു. അടുത്തു ശ്ലോകം 8. തദപ്രശുഭമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതിശയനേ ശയേ രുരതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യവനിതാ ജനേ തനയ സംഭവേ ഘോഷിതേ
മുദാകിമ വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഇനിയിപ്പോൾ നമ്മുടെ ശ്രദ്ധയെ അമ്പാടിയിൽ ഗോകുലത്തിലെത്താണ് സംഭവിച്ചിരിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. മോക്ഷദായകനായ ഭഗവാൻ നന്ദഗോപരുടെ ഭവനത്തിൽ യശോദാദേവിയുടെ പ്രസവശയ്യയിൽ കിടന്ന് മെല്ലെ കാലുകൾ കുടഞ്ഞ് ശബ്ദമുണ്ടാക്കി. യശോദാദേവിയുടെ അടുത്തുള്ള പെൺകുട്ടി എടുത്തു മാറ്റി അവിടെ അടുത്താണല്ലോ കൃഷ്ണനെ കിടത്തിയത്. ആ ഭഗവാൻ മെല്ലെ കാലും കൈകളൊക്കെ ഇളക്കിക്കൊണ്ട് ആ ശബ്ദം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പ്രഭാതത്തിൽ സ്ത്രീകൾ ഉണർന്നപ്പോൾ യശോദാദേവിക്ക് സുന്ദരനായ ആൺകുഞ്ഞ് പിറന്ന വർത്തമാനമാണ് അവർ കേട്ടത്. രാത്രി പ്രസവം കഴിഞ്ഞു, പക്ഷെ കുട്ടി ഏതാണെന്നുള്ളത് അധികം പേർക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീടാണ് അവർക്ക് ആ വാർത്ത കിട്ടിയത്, ആൺകുട്ടിയാട്ടോ കിട്ടിയത് യശോദാദേവിക്ക് എന്ന് പറഞ്ഞ് അവർ വളരെയധികം സന്തോഷിച്ചു. അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ഭട്ടതിരിപ്പാട് ഗോകുലത്തിലാണ് താനെന്ന് സങ്കല്പിച്ചിങ്ങനെ പറഞ്ഞു. ഈ സംഭവം നടക്കുമ്പോൾ ആ കാലത്ത് ഞാനും ഉണ്ടായിരുന്നു, ഞാനപ്പോൾ ഗോകുലത്തിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സ്വയം സങ്കല്പിക്കുകയാണ്. എന്താണ് ഞാൻ പറയേണ്ടത്? അമ്പാടിയിലെ ആബാലവൃദ്ധ ജനങ്ങൾ സന്തോഷത്തിൽ ആറാടി. താൻ നേരിൽ കണ്ടതുപോലെ ഭട്ടതിരിപ്പാട് സംഭവത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പനായ ശ്രീകൃഷ്ണനിൽ ഭട്ടതിരിപ്പാട് ലയിച്ചുപോയി എന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും ശ്രീകൃഷ്ണ ശിശുവിലായി. ഇതും ഒരു സമാധി അവസ്ഥ തന്നെ, താൽക്കാലികമെങ്കിൽ. അതായത് ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സ് ലയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നാരായണീയത്തിന് ഇത്രയും പ്രസക്തി കിട്ടിയത്. അപ്പോൾ ഇത് എഴുതുമ്പോഴൊക്കെ താനും വസുദേവരെ പോലെ ഇങ്ങനെ കുട്ടിയെ കൊണ്ടുപോകുന്നതായും അങ്ങനെ അവിടെ കെടുത്തിയതായും അത് കഴിഞ്ഞതിന് ശേഷം ഗോകുലത്തിൽ താൻ എത്തിച്ചേർന്നപ്പോൾ പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ആ തത്സമയം താനും അവിടെ ഉണ്ട് എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. അത് ലയിച്ചു ചേരുമ്പോഴേ അത്തരം ബോധമുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനവിടെ ഉണ്ട്, ഭഗവാനെ അങ്ങ് ജനിച്ച് ഗോകുലത്തിലുള്ള സമയത്ത് എന്ന് അദ്ദേഹം പൂർണ്ണമായ മനസ്സ് ഭഗവാന് സമർപ്പിച്ചു. അതൊരു സമാധി അവസ്ഥയാണ്. ദൈവത്തിൽ നമ്മൾ മനസ്സ് കുറേ സമയം നിലനിർത്താൻ പറ്റിയാൽ അതും ഒരു സമാധി അവസ്ഥ എന്നാണ്. അതിലൂടെ നമുക്കും പല സിദ്ധികൾ ലഭിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 9. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്ദികേ പ്രഥമമാഭിപന്ദ്യാദൃശ പുനസ്തനപരം നിജം സപദി പായയന്ത്യാമുദാ മനോഹരസ്തനുസ്പൃശ ജഗതി പുണ്യവന്തോദിതാ. ഭഗവാൻ ഗോകുലത്തിൽ തൻ്റെ സ്വരൂപം പ്രദർശിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് കൊച്ചു കുഞ്ഞായിട്ട്. അപ്പോൾ ഗോകുലത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറിപ്പോകുന്നു എന്നൊരു തോന്നലുണ്ടായി. നാം പലരും യശോദയുടെ പുണ്യത്തെ പറ്റി പറയുകയാണ്. പുതിയ കായാമ്പ് പോലെ മനോഹരമായ ഭഗവാന്റെ ശൈശവ ശരീരത്തെ ജീവിതത്തിൽ ആദ്യമായി ഏറ്റവും അടുത്തുനിന്ന് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കുവാനും അതിനുശേഷം വളരെ സന്തോഷത്തോടെ തൻ്റെ മുലപ്പാൽ ഭഗവാന് നൽകുവാനും സുന്ദരവും മൃദുലവുമായ ഭഗവാന്റെ ശൈശവ ശരീരം തലോടുവാനും അവസരം ലഭിച്ചത് പരമഭാഗ്യമല്ല, പരമപുണ്യമാണെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഈ ഭാഗ്യവും പുണ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായി വന്നുപെടുന്നതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതായിത്തീരും. പക്ഷെ പുണ്യം അങ്ങനെയല്ല, അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു കുറവുമില്ലാതെ അങ്ങനെ അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിവിടെ ആരെ പുണ്യമാണ് പറയുന്നത്? യശോദാദേവിയുടെ പുണ്യമാണ്. സാക്ഷാൽ മഹാവിഷ്ണു ശൈശവ രൂപത്തിൽ വന്ന് ആ യശോദാദേവിയുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. ഇതിലിപ്പോൾ എന്താ ഒരു പരമപുണ്യം വേണ്ടത്? അത് ഭാഗ്യം എന്ന് പറഞ്ഞങ്ങോട്ട് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ആ ഭഗവാന്റെ സുന്ദര രൂപം കണ്ടാൽ തന്നെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായിത്തീരും. അത് എപ്പോഴും കാണാനും ദിവസവും കൂടെ തന്നെ കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് കാണുന്നു, പകൽ കാണുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ യശോദ ലഭിച്ച പുണ്യത്തെപ്പറ്റി സ്ത്രീകളൊക്കെ പ്രത്യേകം അവരഭിനന്ദിക്കുകയാണ്. മാത്രമല്ല തൻ്റെ മുലപ്പാൽ നൽകുന്നു, അത് പരമമായ ഒരു പുണ്യം. അതും ഭഗവാൻ കുടിക്കുന്നു. അതുപോലെ ഭഗവാന്റെ മൃദുലമായ ആ ശരീരം തലോടാൻ അവർക്ക് അവസരം കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ പരമപുണ്യം എന്ന് തന്നെ പറയണം. ഗുരുവായൂരപ്പ, ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്.
വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്ത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടെ ജീവിതം നയിച്ചവർക്ക് പുണ്യാധിക്യത്താൽ ഈ അപൂർവമായ സുഹൃതം ലഭിക്കുകയുള്ളൂ. ഇങ്ങനൊരു സുഹൃതം പുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും അധികം സൽക്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന ബോധമില്ലാതെ ഭഗവാനാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം പുണ്യം ലഭിക്കും എന്നുകൂടി ഭട്ടതിരിപ്പാട് പറയുന്നു. ശ്ലോകം 10. ഭവത്കുശലകാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദഭരസങ്കുലാദ്വിജകുലായ കിം നാദദാ തദേവ പശുപാലകാ കിമുനമംഗലം തേ നിരേ ജഗത്ഹൃദയമംഗല ത്വമിഹ പാഹി മാമാമയാത്. നന്ദഗോപരുടെ അവസ്ഥ പറയുന്നു. ഇവിടെ നന്ദഗോപർ യശോദാദേവിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന് ഇങ്ങനൊരു മഹാഭാഗ്യം ലഭിച്ചു എന്നുള്ളതും ഗോപന്മാരുടെ ഇടയിൽ സംസാര വിഷയമാണ്. അദ്ദേഹം പറയുകയാണ്, ഭഗവാന്റെ ജന്മത്തിൽ ആനന്ദപരവശനായ അദ്ദേഹം ശിശുവായ ഭഗവാന് വേണ്ടി ഉത്തമ ബ്രാഹ്മണർക്ക് യഥേഷ്ടം ദാനം ചെയ്തു. നമുക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ആരോഗ്യത്തോടുകൂടി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ചെയ്യേണ്ടത് ദാനധർമ്മങ്ങളാണ്. അങ്ങനെയാണത് നമ്മൾ ആ വരവിനെ സ്വീകരിക്കേണ്ടത്, ജന്മത്തെ സ്വീകരിക്കേണ്ടത്. ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. അതുപോലെ ഗോകുലവാസികളായ ഗോപാലന്മാരും ഗോപികമാരും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു. ഭഗവത് ചൈതന്യം ലഭിക്കുമ്പോൾ മനുഷ്യന് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ മാത്രമേ തോന്നുകയുള്ളൂ. ഭഗവാന്റെ ചൈതന്യമുള്ളപ്പോൾ നമുക്ക് നമ്മൾ എന്താ എഫക്റ്റ് ഉണ്ടാവുന്നത്? നല്ലത് ചെയ്യാനേ തോന്നുള്ളൂ എന്നാണ് പറയുന്നത്. നിരന്തരമായ ഭഗവത് സ്മരണ തന്നെയാണ് ഭഗവത് ചൈതന്യം ലഭിക്കുവാനുള്ള എളുപ്പം. എപ്പോഴും ഭഗവാനെ തൻ്റെ ഇഷ്ടദേവതയെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചൈതന്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. 3 ലോകത്തിനും മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുവായൂരപ്പനോട് തനിക്കും മംഗളത്തെ നൽകി തന്നെ രോഗവിമുക്തനാക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മംഗളം നൽകുന്ന അങ്ങ് എന്നെ ശ്രദ്ധിക്കാത്തത്? എനിക്ക് മംഗളം നൽകണമെന്ന്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ കാണാൻ വരുന്നവർക്ക് അവരുടെ മാതാപിതാക്കളുണ്ടല്ലോ, സമ്മാനങ്ങൾ നൽകണം എന്നാണ്. അല്ലാതെ കാണാൻ വരുന്നവരുടെ സമ്മാനങ്ങൾ വാങ്ങി വെക്കലല്ല. അത് നമ്മുടെ ഒരു സമ്പ്രദായമല്ല. സനാതനധർമ്മത്തിൽ ദാനം, നല്ല കാര്യങ്ങൾ വരുമ്പോൾ ദാനം ചെയ്യണം. അതാണ് പിറന്നാൾ ദാനം ചെയ്യണം, ഷഷ്ടിപൂർത്തിക്ക് ദാനം ചെയ്യണം, സപ്തതിക്ക് ദാനം ചെയ്യണം, അശീതി ആചരിക്കുമ്പോൾ വേണം, ശതാഭിഷേകം ചെയ്യുമ്പോൾ വേണം. ഒക്കെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ദാനം ചെയ്യണം എന്നുള്ള തത്വം പ്രത്യേകം ശ്രദ്ധേയമാണ്. നമസ്തേ.